ഏറെ ഇഷ്ടത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ അക്രോസ് ദ വേൾഡ്. യെസ്. മറ്റുള്ളവരുടെ വിശേഷങ്ങൾ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഒരു രസമാണല്ലോ. യെസ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം കുവൈത്തിൽ നിന്ന് സുനാഷ്കയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു അൽഹംദുലില്ലാ. സുനാഷ്ക, ഓഫീസിലാണോ? ഓഫീസിൽ നിന്നിട്ടാണോ സംസാരിക്കണേ? അല്ല ഇന്ന് നമ്മളിവിടെ എമർജൻസി പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് ആരോടും ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മുന്നേ അപ്പോ സുനാഷ്ക ഓക്കെ സുനാഷ്കനെ ഞാൻ കുവൈത്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്ന സമയത്ത് വളരെ നന്നായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഈ സന്ദർഭത്തിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പോഴേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കുവൈത്തിലൊരു പ്രത്യേക സാഹചര്യം കൂടി ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് കാര്യമാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സുനാഷ്ക ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? ശേഷം നമുക്ക് വിഷയത്തിലേക്ക് പോവാം. അത് ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് കുവൈത്തിലുണ്ട്. ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ, സ്വിസ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക്. ഹോസ്പിറ്റലുകളിലൊക്കെ പോയി മെഷീൻ റിപ്പയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കൂടുതലും ഫീൽഡ് വർക്കാണ്, അല്പം സമയം ഓഫീസിലുമായിട്ട്. 25 വർഷമായിട്ട് ഒരേ കമ്പനി തന്നെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയാണ്. യെസ്, മാഷാ അല്ലാ. നമുക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായും നമ്മളെല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന കുവൈത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ അവിടെ ബോംബ് വീഴ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എയർപോർട്ടിൽ 2 തവണയായിട്ട് ഒരു പഴയ എയർപോർട്ടിന്റെ ഒരു വശത്തും അതുപോലെ പുതുതായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന എയർപോർട്ടിലും, അതുപോലെ ഇവിടെ ഒരു അമേരിക്കയുടെ ഒരു എയർബേസ് ഉണ്ട്, അൽസാലിം എയർബേസ് എന്ന് പറഞ്ഞു. ഈ 3 സ്ഥലത്താണ് വീണതായിട്ട് അറിയാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഈ കുറെ ഇന്റർസെപ്ഷൻ നടന്നതായിട്ട് ശബ്ദങ്ങൾ കൊണ്ടൊക്കെ കുറച്ചുകൂടി ആ ഭാഗത്ത്, ഈ സിറ്റി ഭാഗത്ത് നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ പിന്നെ പല ജാതി പ്രകമ്പനങ്ങളും രാത്രിയാകുമ്പോൾ ലൈറ്റും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നിലത്ത് തട്ടിയതായിട്ട് അറിയില്ല. അതൊക്കെ ആകാശത്ത് നിന്ന് തന്നെ വെടിവെച്ചിട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളുടെയൊക്കെ അവിടെ ഒരു മാനസികാവസ്ഥ, ദൈനംദിന ജീവിതത്തെയൊക്കെ എങ്ങനെ ബാധിക്കുന്നുണ്ടോ ഈ പ്രശ്നങ്ങൾ, എങ്ങനെയാണെന്നുള്ളത് പറയാമോ? അതായത് പിന്നെ ഒന്നാമത് ഇപ്പോൾ ഇവിടെ റമദാൻ നടക്കുകയാണല്ലോ. അപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളൊക്കെ മിനിസ്ട്രിയുടെ നിർദ്ദേശം അനുസരിച്ച് നിർത്തിവെച്ചിട്ടുണ്ട്. അതായത് ഇഫ്താറുകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇന്നു മുതൽ പള്ളികളിൽ ഇഫ്താർ നടത്തേണ്ടതില്ല, ക്ലാസ്സുകൾ നടത്തേണ്ടതില്ല. മറിച്ച് എവിടെയെങ്കിലുമൊക്കെ ഭക്ഷണം വിതരണം മാത്രമായിട്ട് വേണമെങ്കിൽ ആളുകൾ അധികം കൂടി നിൽക്കാത്ത രീതിയിൽ പള്ളിയിൽ ആ സമയത്ത് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന രീതി തുടരാമെന്നാണ് ഇഫ്താറിന്റെ വിഷയത്തിൽ ഇവിടെ ഉള്ളത്. രണ്ടാമതായി ഇന്നലെ രാത്രി മുതൽ ഇവിടെ തറാവീഹ് നമസ്കാരങ്ങളും നിർത്തിയിട്ടുണ്ട്. ഫർള് നമസ്കാരങ്ങൾക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം 10 മിനിറ്റിനകം പള്ളികളൊക്കെ അടച്ച് ആളുകൾ പിരിഞ്ഞു പോകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആരാധനപരമായിട്ട് 2 വ്യത്യാസങ്ങൾ ഇവിടെ ഉള്ളത്. അതിന് പുറമെ സ്വാഭാവികമായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ വരുന്ന ഒരു പ്രശ്നമാണ് ഭക്ഷണം, വെള്ളം ലഭ്യത ആളുകൾക്ക് സംശയം ഉണ്ടാവുകയും ആളുകൾ അവരുടെ ഏറ്റവും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളും ബക്കാലകളിലും അടിച്ചു കയറി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയൊക്കെ അത്തരമൊരു റഷ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഗവൺമെന്റ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. മാസങ്ങളോളം പിടിച്ചു നിൽക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ കുവൈത്തിൽ ലഭ്യമാണെന്നും ആളുകൾ ഇത്തരത്തിൽ പാനിക് ആയിക്കൊണ്ട് പോയി റഷ് ഉണ്ടാക്കി കൂടുതൽ പരിക്കുണ്ടാക്കി അല്ലെങ്കിൽ ആർക്കും ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ടതുമില്ല എന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കുവൈത്തിലേക്ക് പോക്ക് വരവ് എല്ലാം നിലച്ചിരിക്കുകയാണല്ലോ അല്ലേ? അതിന്റെ തീരുമാനം ബാക്കി എയർപോർട്ട് ഫുള്ളായിട്ട് അടവിലാണ്. അത് ഇവിടുത്തെ മാത്രമല്ല, മൊത്തം ഗൾഫ് ഏരിയയിൽ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിന്നുള്ള ഡയറക്ഷൻ ആകുമ്പോൾ എന്തായാലും ഇറാന്റെ മേലെ കൂടെയാണല്ലോ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആകാശത്ത്, ഭൂമിയിൽ പലതും പതിക്കുന്നില്ലെങ്കിലും ആകാശത്ത് നല്ലൊരു ആക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇത് നടക്കുന്നുണ്ട്. കുറെയൊക്കെ അവര് അയക്കുന്നത് ഇവിടുന്ന് വെടിവെച്ചിടുകയും തിരിച്ചും ഒക്കെ സംഭവിക്കുന്ന കാരണം എയർ സ്പേസ് എന്തായാലും സേഫ് അല്ല. അതുകൊണ്ട് അനിശ്ചിതമായിട്ട് അടുത്തൊരു അറിയിപ്പ് വരുന്നവരേക്ക് ഇവിടുത്തെ പൊതുവിൽ ഗൾഫിലെ എല്ലാ എയർപോർട്ടുകളും അടവിൽ തന്നെയാണ്. ഏതായാലും കുവൈത്ത് പോലെയുള്ള ഒരു രാജ്യം, ഡിഫൻസ് മെക്കാനിസം ഒക്കെ നന്നായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലക്ക് എന്തുകൊണ്ടും
അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ, നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമ്മളെ പാരൻസിനൊക്കെ ഒരു പൊതുവേ ഒരു ആശങ്കയുണ്ട്. അങ്ങനൊരു ആശങ്കക്ക് സാധ്യത ഉണ്ടോ? അതോ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു എന്തെങ്കിലും അവസ്ഥയില് അതെ, ഇതുവരെയുള്ള നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ആശങ്കക്ക് വലിയൊരു വകുപ്പ് കാണുന്നില്ല. കാരണം അവര് ഈ അറ്റാക്ക് വരുന്നത് തന്നെ പ്രത്യേകിച്ചും അമേരിക്കൻ എയർബേസ് ഉദ്ദേശിച്ചിട്ടാണ് അത് അതെ വരുന്നത്. അതുപോലെ ആ ഒരു പ്രദേശങ്ങളിലാണ് വരുന്നത്. അത് കൂടുതലും കുറച്ചും കൂടി മരുഭൂമിയിലേക്ക് വിട്ടുകൊണ്ടും കുറച്ചുകൂടി ഈ ടൗൺ ഭാഗത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഏരിയയിൽ നിന്ന് വിട്ടിട്ടാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളത്. എന്നിരുന്നാലും ഈ എല്ലാ സ്ഥലങ്ങളിലും സൈറനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മുമ്പത്തെ പ്രശ്നങ്ങളുടെ സമയം മുതൽ സൈറനുകൾ ഉണ്ട്. അത് വെച്ച് ആളുകളെ അവർ ട്രെയിൻ ചെയ്യാറുണ്ട്. വ്യത്യസ്ത സൈറനുകളുടെ വ്യത്യസ്ത പാറ്റേൺ അടിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള നിലക്ക് ഇപ്പം ഒരു പ്രശ്നം വരാനിരിക്കുന്നു എന്നുള്ള നിലക്ക് എവിടെന്നെങ്കിലും ഒരു മിസൈൽ കുവൈത്തിന്റെ ഡയറക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിക്കുന്ന ഒരു സൈറനുണ്ട്. രണ്ടാമത്തത് കുവൈത്തിൽ ആ മിസൈൽ പതിച്ചിട്ടുണ്ട് എങ്കിൽ അടിക്കുന്ന ഒരു സൈറനുണ്ട്. അതോടൊപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിയിക്കുന്ന തുടർച്ചയായിട്ട് അടിക്കുന്ന ഒരു സൈറനുണ്ട്. അപ്പൊ ആ 3 പാറ്റേൺ ഇവിടെ അവര് ആളുകളെ പണ്ടേ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് അറിയിക്കാറുണ്ട്. ഇപ്പോൾ അത് അതിന്റെ വീഡിയോയും പിന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് മിനിസ്ട്രി അത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകൾ അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതുവരെ ഉള്ളത്. പ്രത്യേകിച്ച് കൂടുതൽ ആശങ്കക്ക് വകയില്ല. കാര്യങ്ങൾ ഏത് നിമിഷവും മാറാം. സാഹചര്യം മുന്നോട്ട് എത്ര പോകുമ്പോൾ എത്ര ഡെസ്പറേറ്റ് ആണെന്നുള്ള അനുസരിച്ചാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മള് ഒരു ജാഗ്രത മതി എന്നുള്ള നിലക്കാണ്. അനാവശ്യമായിട്ടുള്ള പുറത്തിറങ്ങലുകൾ ഒഴിവാക്കുക. ജോലികൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നവർ വീട്ടിൽ നിന്ന് ചെയ്യുക. കുട്ടികളുടെ സ്കൂളൊക്കെ ചെറിയ കുട്ടികൾക്ക് അവധി കൊടുക്കുകയും വലിയ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. സ്കൂളുകളെല്ലാം ഓൺലൈൻ ആയിട്ടുണ്ട് അല്ലേ? എല്ലാമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഇപ്പൊ ഇന്ത്യൻ സ്കൂളുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും അറബി സ്കൂളിലൊക്കെ ഉള്ളത്. എന്തായാലും ചെറിയ കുട്ടികൾക്ക് അവധി ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. മിക്കവാറും ഇനിയിപ്പോ ഇത് അധികം നീണ്ടുപോവുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ ഓൺലൈൻ ആവും. ഇപ്പൊ വലിയ കുട്ടികൾക്കാണ് ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്ക് പിന്നെ ഈ മിസൈൽ വരുന്നത് കാര്യങ്ങളൊക്കെ രാത്രിയാണോ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന കാര്യം? രാത്രികൾ അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത്? ഇല്ല, ഇന്നലെ അവർ തുടങ്ങിയത് തന്നെ രാവിലെ ആണല്ലോ. എല്ലാവരും രാത്രി പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് രാവിലെ ഒരു സർപ്രൈസ് എന്നുള്ള നിലക്കാണല്ലോ വന്നത്. അപ്പം ആ നിലക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയാൻ സാധിക്കൂല നമുക്ക്. പിന്നെ 2 രാത്രിയും കാണുന്നുണ്ട്. രാത്രി നമുക്കത് ദൃശ്യമാവാന്നേ ഉള്ളത്. പണ്ട് മുമ്പ് ഇറാനില് 12 ദിവസ യുദ്ധം എന്ന് പറഞ്ഞ് നടന്ന സമയത്തും കുവൈത്തിന്റെ മേലെ കൂടെ ഒക്കെ നമുക്ക് ശരിക്കും ഒരു 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 വെളിച്ചത്തിന്റെ ഒരു തിര പോകുന്നത് നമുക്ക് കാണുമായിരുന്നു. 5-6 തിരകൾ ഒന്നിച്ചിങ്ങനെ ഒരു പ്ലെയിൻ പോകുന്നത് പോലെ, പക്ഷെ വെളിച്ചം പോലെ പോകുന്നത് കാണുമായിരുന്നു. അത് രാത്രി നമുക്ക് ദൃശ്യമാവുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ സൗദി ബോർഡർ ഭാഗത്തൊക്കെ ഉള്ളവര് ആ ഒരു പ്രകമ്പനം ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് കൂടി പറയുന്നത് കേൾക്കുന്നു. ഇപ്പം അമേരിക്ക, ഇസ്രായേൽ ഈ 2 രാഷ്ട്രങ്ങൾ അവർ കാലങ്ങളായി തുടങ്ങി വെച്ച ഒരു സംവിധാനമാണിത്. എവിടെയും എല്ലാവരുടെയും ഒരു സമാധാനമായി പോകുന്നൊരു ലോകത്ത് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അജണ്ട ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് അതിൻ്റെ പിന്നാലെയാണല്ലോ. ഇപ്പോൾ നമ്മളിപ്പം പൊതുവെ ആളുകൾ നിങ്ങളിപ്പോൾ കുവൈത്തിലാണ്. കുവൈത്തും ഇറാനും അല്ലെങ്കിൽ കുവൈത്തും ഇസ്രായേലും തമ്മിലല്ല ഇപ്പോൾ പ്രശ്നം. പക്ഷേ ആക്ച്വലി എല്ലാവരെയും ഒരു ഭീതിയിൽ ആഴ്ത്തി വെക്കുക എന്നുള്ളതാണല്ലോ അവർക്ക് ലക്ഷ്യമുള്ളത്. അപ്പം സ്വാഭാവികമായും നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇസ്ലാഹി സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് പൊതുവിശ്വാസികൾക്ക് ഈ ഒരു സമയത്ത് എന്ത് മെസ്സേജാണ് നമ്മൾ കുവൈത്തിലുള്ള സഹോദരങ്ങൾക്കാവട്ടെ, അതേപോലെ തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളാവട്ടെ, ഇവർക്കെല്ലാവർക്കും എന്ത് മെസ്സേജാണ് ഇൻഷാ അല്ലാഹ് കൊടുക്കാനുള്ളത്? ഈ ഒരു അവസരത്തില് എനിക്ക് തോന്നുന്നത് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറ്റി ഒന്നുകൂടി വിലയിരുത്തണം എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുപക്ഷെ അതിന് വേണ്ടത്ര വില നൽകുന്നുണ്ടാവില്ല. ഇപ്പം പള്ളിയിൽ പോകാനുള്ള സൗകര്യം നമ്മളത് എല്ലാ ദിവസവും അവിടെ ഉണ്ട്, തുറന്നു കിടക്കുന്നു പള്ളി, നമ്മൾ പോകുന്നു എന്നുള്ള നിലക്കാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഇഫ്താറുകൾ നടക്കുന്നു, നമ്മൾ വൈകുന്നേരം അസർ കഴിഞ്ഞ് അവിടെ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൂടിച്ചേരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ
ഇത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. നമ്മൾ പല രാജ്യങ്ങളെ പറ്റിയും കേൾക്കുമ്പോൾ നമുക്കതെല്ലാം വളരെ ദൂരെയായിരുന്നു. പലസ്തീനിലെ കുട്ടികൾ കഷ്ടപ്പെടുന്നു, പലസ്തീനിലെ ആളുകൾക്ക് ഇഫ്താറിന് വകയില്ല എന്നൊക്കെ ഉള്ളപ്പോൾ. പക്ഷെ ഈ അവസ്ഥയൊക്കെ ഏതൊരു നിമിഷവും നമുക്കും വന്നു ഭവിക്കാവുന്നതേ ഉള്ളൂ. മിനിയാന്ന് വരെ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇഫ്താറൊക്കെ കൂടി തറാവിയൊക്കെ നിസ്കരിച്ച് കൂടിയിരുന്ന കുവൈത്തിലെ പ്രവാസികളും ഇവിടുത്തെ സ്വദേശികളായ ആളുകളും ഇന്നലെ മുതൽ അതിനൊക്കെയുള്ള സൗകര്യം മുറിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. അപ്പം എനിക്ക് മറ്റു ആളുകളോട് പറയാനുള്ളത് ഇതാണ്: നമുക്കുള്ള അനുഗ്രഹം ഉള്ള സമയത്ത് പരമാവധി അത് ഉപയോഗപ്പെടുത്തുക. ആ കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുകയും അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കുവഹിക്കുകയും ഇത്തരം ആളുകളെ നോമ്പ് തുറപ്പിക്കുന്ന പരിപാടിയായാലും തറാവി സമയത്തുള്ള കാര്യങ്ങളായാലും ഒക്കെ അതൊക്കെ നമ്മൾ കിട്ടുന്ന ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം ഇതൊക്കെ ഏത് നിമിഷവും മുറിയാം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം യുദ്ധങ്ങളുടെയൊക്കെ പാഠം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ മറ്റു സ്ഥലങ്ങളിലുള്ള ആളുകളും ഉള്ളപ്പോൾ ഈ അനുഗ്രഹങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. പിന്നെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അള്ളാഹു നമുക്ക് വിധിച്ചതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ നമുക്ക് ഒന്നും അധികമായിട്ടോ കുറവായിട്ടോ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് നമുക്ക് പരീക്ഷണം, നമ്മുടെ ഈമാന്റെ ശക്തി അളക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. ഇപ്പൊ നമ്മൾ കൂടുതൽ പേടിച്ചത് കൊണ്ടോ പാനിക് ആയതുകൊണ്ടോ ഈ അവസ്ഥ മാറാനും പോകുന്നില്ല. നമ്മൾ ഒട്ടും പേടിക്കാതെ നടന്നതുകൊണ്ട് ഇത് മാറാനും പോകുന്നില്ല. അപ്പൊ രണ്ടവസ്ഥയും ആവശ്യമില്ല. ജാഗ്രത പാലിക്കുക, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അതിനുമപ്പുറം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് ഈ അവസ്ഥകൾ മാറി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇതിലും അപ്പുറത്ത് ഈ പ്രശ്നങ്ങൾ നേരിടുന്ന ജനതകളുണ്ടല്ലോ. കുറെ ആളുകൾ നിരപരാധികളുടെ മേലെയാണ് ഏത് ഭരണാധികാരികൾ പരസ്പരം ബോംബിട്ടാലും യഥാർത്ഥത്തിൽ ആ ബോംബുകളൊക്കെ പോയി പതിക്കുന്നത് ഒരുപാട് നിരപരാധികളായ വലിയ ആളുകളും അതിലുമേറെ കുട്ടികളും അവരുടെ ജീവനൊക്കെയാണ് ഹാനി സംഭവിക്കുന്നത്. അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകി ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ലോകത്തെ തന്നെ അള്ളാഹു കരകയറ്റുമാറാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത്. ആമീൻ. നമ്മൾ സംഘമായി ചെയ്യുന്നതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളാണ്. നമ്മളിങ്ങനെ ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ ഒരു ചെറിയൊരു മടി അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് തീർത്തിട്ട് പോവാം. അതേപോലെ തറാവി നിസ്കാരം സംഘമായിട്ട് നിസ്കരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വില ശരിക്കും മനസ്സിലാവുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണെന്നുള്ള ഒരു നല്ലൊരു മെസ്സേജാണ് അദ്ദേഹം നമ്മളോട്. തീർച്ചയായും. സുനേഷ്ക നേരത്തെ പറഞ്ഞത് എത്ര വർഷമായിട്ട് ഇപ്പോൾ കുവൈത്തിൽ എത്ര വർഷമായിട്ട്? ഞാൻ 25 വർഷമായിട്ടുണ്ട്. 25 വർഷത്തിന്റെ ഇടയിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ഇതിന്റെ ഇടയിൽ? ഉണ്ട്. മുമ്പ് ആദ്യമായിട്ടുണ്ടായത് 2003 തന്നെയാണ് ഇറാഖുമായിട്ടുള്ള 2003 ഇറാഖുമായിട്ടുള്ള യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോഴും ഞാന് ഇവിടെ കുവൈത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ജസ്റ്റ് മടങ്ങി വന്ന ഇതിന്റെ പിറ്റേന്നായിരുന്നു ആ യുദ്ധവും ഇതുപോലെ ഒരു സർപ്രൈസ് ആയിട്ട് തുടങ്ങിയത്. അന്ന് ഇതിലും കുറച്ചുകൂടി ഭീതിയുള്ള ഒരവസ്ഥയായിരുന്നു. കാരണം ഇറാഖ് അതിനു മുമ്പ് ഈ കെമിക്കൽ വെപ്പനൊക്കെ അവരുടെ സ്വന്തം ജനതയുടെ മേലെ തന്നെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി മിനിസ്റ്ററുടെ സൈഡിൽ നിന്ന് കോഷനൊക്കെ ഉണ്ടായിരുന്നു. കെമിക്കൽ അറ്റാക്ക് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പഠിപ്പിക്കുകയും കുറച്ചുകൂടി പാനിക്കുള്ള അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ശേഷം ഇപ്പം പിന്നെ അതിനുശേഷമുള്ള പല ഈ ഭാഗത്തുള്ള അടികൾ വന്നപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ പള്ളിയുടെ നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ ഇത്തരം ഭീതിയില്ലെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഭീതി ഉണ്ടാക്കുന്ന ഇതേ സാഹചര്യമായിരുന്നു യഥാർത്ഥത്തിൽ കൊറോണ കാലത്തുണ്ടായിരുന്നത്. പള്ളികളിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കുകയും തറാവികളും ഒരു റമദാൻ മുഴുവനും നമ്മൾ തറാവി വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം മാത്രം നമസ്കരിച്ച് കടന്നു പോയിട്ടുണ്ട്. 2020 റമദാൻ 2 പെരുന്നാൾ നമസ്കാരങ്ങളും വീട്ടിനകത്തുനിന്ന് മാത്രമായിരുന്നു. വീട്ടിന്റെ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്തരം നിയന്ത്രണങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഈ ഇത് 2 തവണയാണ്. ഒരിക്കൽ ഇറാഖിന്റെ കൂടെയും പിന്നെ ഒരിക്കൽ ഇറാന്റെ കൂടെയും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇറാഖിന്റെ കൂടെ ഉള്ളത് കുറച്ചുകൂടി ടൗണിലൊക്കെ അന്ന് അടി വന്നിരുന്നു. ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിന്റെ അടുത്തൊക്കെ തന്നെ അന്നേരം ഇത്രയും മികച്ച ഒരു ഡിഫൻസ് സംവിധാനം കുവൈത്തിന്റെ കയ്യിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ ലോകം മുന്നോട്ട് നീങ്ങിയതോടുകൂടി പല തലത്തിലുള്ള ഡിഫൻസ് സംവിധാനം വന്നല്ലോ. മിസൈലുകളെ മേലെ തന്നെ അടിച്ച് ഇടുന്ന ടൈപ്പിലുള്ള. ഓക്കെ, സുനേഷ് ഖാന്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പറഞ്ഞോ. ജസ്റ്റ് തുടങ്ങി. ഫാമിലി ഇവിടെ തന്നെയാണ് ഉള്ളത്. എനിക്ക് 4 മക്കളാണ്. 4 പേരും ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരാള് നാട്ടിൽ നിന്ന് പഠിച്ചു വന്ന് ഇനി
പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് നോമ്പിന് ശേഷം പോകാനിരിക്കുകയാണ്. ബാക്കി 3 മക്കള് സ്കൂളിൽ തന്നെ പഠിക്കുന്നു. ഈ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യാറ്, തോപ്പ്? സോവല്ല, ഇത് നമ്മുടെ ജുബ്ബയാണ്. ആ. പിന്നെ ജോലി അല്ലാത്ത സമയങ്ങളിൽ കൂടുതലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ. നമ്മുടെ KKCന്റെ പ്രവർത്തനങ്ങൾ, നോമ്പുകാല പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ളത്? പിന്നെ അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. ഇവിടെ പൊതുവിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇവിടുത്തെ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പിരിവിനും പല രീതിയിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ലോ ഡൗൺ ഉണ്ടെങ്കിലും പൊതുവിൽ നമ്മുടെ ഇഫ്താറുകളും പിന്നെ മറ്റു സംഗമങ്ങളും മദ്രസ പരിപാടികളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും നോമ്പ് തുറകളുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ 30 ദിവസവും നമ്മൾ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു, 30 വ്യത്യസ്ത വിഷയങ്ങളിൽ. അങ്ങനത്തെ 4ഓളം സ്ഥലങ്ങൾ കുവൈത്തിലുണ്ട്. അതിനു പുറമെ എല്ലാ റമദാനിലും ഒരു തവണയായിട്ട് കുറച്ച് വലിയ രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. KKCയുടെ മൊത്തം കേന്ദ്ര ഇഫ്താർ മാർച്ച് 6-ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് വലിയൊരു പള്ളിയിൽ, അബ്ബാസിയ എന്ന് പറയുന്ന സ്ഥലത്ത്, അബ്ബാസിയയിൽ വലിയൊരു പള്ളിയിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം 1-ാം തീയതി ആയ സ്ഥിതിക്ക് 6-ാം തീയതിക്ക് ഇത്രയും വലിയൊരു ഒത്തുചേരല് അനുവദിക്കപ്പെടുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മളത് ക്യാൻസൽ ചെയ്തതായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടില്ല. സാഹചര്യങ്ങൾ മാറി 1-2 ദിവസത്തിനകം കാര്യങ്ങൾ ക്ലിയർ ആവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 6-ാം തീയതി ഒരു കേന്ദ്ര നോമ്പ് തുറ. റമദാനിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഗസ്റ്റുകളോ ആരും ഒന്നും വന്നിട്ടില്ലല്ലോ ഇത്തവണ? ഇല്ല, ഇത്തവണ ഗസ്റ്റുകളൊന്നും വന്നിട്ടില്ല. പണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട്. അവര് പുറത്തുനിന്നൊക്കെ വരുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ. അപ്പൊ അതിൻ്റെതായ ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ഇപ്രാവശ്യം പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. ഓക്കെ. ഏതായാലും ഏറ്റവും അവസാന സമയത്ത് നല്ലൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നു. അതായത് ഇനി ഇപ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരുപാട് പാരൻസിൻ്റെ ഒരു ആശങ്കയ്ക്ക് വലിയൊരു പരിഹാരം എന്നുള്ള ആൾക്കാണ് സുനേഷ്ക പറഞ്ഞത്. അതായത് ഇപ്പം ഇങ്ങനത്തെ ഒരു പാനിക്കായ സിറ്റുവേഷൻ ആണെങ്കിലും 6-ാം തീയതി നടക്കാനുള്ള പ്രോഗ്രാം ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ എല്ലാം ശാന്തമാവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ നടത്താൻ പറ്റും. അപ്പോൾ അത്ര തന്നെ എന്താ പറയുക, പ്രതീക്ഷകളും സാധ്യതകളും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളങ്ങനെ വേവലാതിപ്പെടേണ്ടതില്ല. പക്ഷേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സുനാഷ് ഖാൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര ആയി ശരിക്ക്? അടുത്ത് വന്നിരുന്നല്ലോ കഴിഞ്ഞ അവധികാലത്ത്. പൊതുവെ കുട്ടികളുടെ സ്കൂൾ പൂട്ടിയാലേ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണ വരാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ജൂണിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ജൂണിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശം പോലെ ആവട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ വെക്കേഷൻ ആണല്ലേ? അതെ, ജൂൺ, ജൂലൈ. ഇവിടെ സ്കൂൾ തുറക്കണം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോഗ്രാം നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇൻഷാ അല്ലാഹ് വേറെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ? അതോ അവിടുത്തതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഇല്ല, ഒന്നുമില്ല. എല്ലാം ക്ലിയർ ആണ്. പടച്ചവനോട് എല്ലാവരും നമ്മൾ ഇവിടുന്നും അവിടുന്നും ഒക്കെ പ്രാർത്ഥിക്കാൻ. ഒരുപാട് ആളുകളുടെ ജീവിതം കെട്ടി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഗൾഫ്. ഏകദേശം കേരളത്തിന്റെ വലിയൊരു സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പേരുടെ അന്നം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാട്ടിൽ നിന്നും ഇവിടെ നിന്നും പ്രാർത്ഥനകൾ വരട്ടെ. അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണല്ലോ റമദാൻ. ആ നിലക്ക് അള്ളാഹു എല്ലാവരെയും നല്ല രീതിയിൽ ഉള്ള റമദാനിലേക്ക് എത്തിക്കട്ടെ. ശാന്തിയും സമാധാനവും ലോകത്തിന് കൊണ്ടുവരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ആമീൻ. ജസാക്കല്ലാഹ് ഖൈർ. മറ്റൊരു ദിവസം മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇരിക്കാം. ഇനി പെരുന്നാളൊക്കെ വരുന്നുണ്ട്, മറ്റു പ്രോഗ്രാമുകളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.